എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. പച്ച കപ്പയും കക്കയും കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് കക്കയൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു ഏകദേശം 1/2 കിലോയോളം കക്കയുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 30 ചെറിയ ഉള്ളിയോളം ഉണ്ട്. കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണം മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇട്ട് കൊടുക്കാം. അതിനാവശ്യമായി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കക്ക മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. പിന്നീട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കക്ക നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിലുള്ള ഈർപ്പമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വീണ്ടും തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പുട്ടിൻ്റെ ഇടയ്ക്ക് വയ്ക്കാനുള്ള കക്ക റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള കപ്പയാണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതാ ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ഇത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി കൈവച്ചൊന്ന് പിഴിഞ്ഞ് അതിനുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. വെള്ളം നന്നായി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് കൈവച്ച് നല്ലതുപോലെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ പിഴിഞ്ഞ് വെള്ളം മാറ്റി കപ്പ മാറ്റിയെടുക്കാം. കപ്പയുടെ വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് ഇളക്കി കൊടുക്കാം. ഇനി പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം കക്ക 1-2 സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് കപ്പയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് 2-3 പ്രാവശ്യമായിട്ട് നമുക്കിത് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. ഇതുപോലെ കക്കയ്ക്ക് പകരം നമുക്ക് ചിക്കനോ ബീഫോ ഒക്കെ വേവിച്ച് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഏറ്റവും മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി തിളച്ച് കിടക്കുന്ന കൂടത്തിലേക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം വേണ്ടി വരും കപ്പ നന്നായി വെന്ത് സെറ്റായി കിട്ടാൻ വേണ്ടി. അപ്പോൾ സൂപ്പർ ടേസ്റ്റിലുള്ള കപ്പ പുട്ടാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.